धर्मस्वरूपिणे अवतार वरिष्ठाय रामकृष्णाय नमः। नमस्कार। भगवान श्री रामकृष्ण देवरे कईले कनीरू आश्रम अम्म शारदा पेर मठ कड़ंद 47 मुदल നേരത്തെ പണ്ട് സ്വാമിജിയും അവരാണ് ഇതിനെ ഈ ആശ്രമത്തെ ഉണ്ടാക്കിയത്. പിന്നെ ശാരദമായി ഇപ്പോൾ നമ്മൾ ശ്രീ രാമകൃഷ്ണ ആശ്രമത്തിലോട്ട് ശാരദ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 10-ാം തീയതി എക്സാക്ട്ലി നമ്മൾ ഏറ്റെടുത്ത് തിരുവനന്തപുരം ശ്രീ രാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ആശുപത്രി ദേവപ്പടത്തിൻ്റെ ദേവപ്പടം പറഞ്ഞതുപോലെ സ്വാമി മോശപ്രധാനമന്ത്രി അധ്യക്ഷൻ ശ്രീ രാമകൃഷ്ണ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തിന് ഈ മഠത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. എല്ലാവർക്കും അറിയാം, ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ ഒരു പ്രാവശ്യം കൊൽക്കത്തയിലിരുന്ന് കാശി യാത്ര പോകാൻ തീരുമാനിച്ചു. റാണി രാസമണി അവരുടെ മരുമകൻ മധുർ ബാബു എല്ലാവരും കൂടി കാശി യാത്ര പോകാൻ വേണ്ടി കുറേ പൈസ സെലവ് ചെയ്ത് വെള്ളം പടകളൊക്കെ വാടകയ്ക്ക് പിടിച്ചിട്ട് ഏർപ്പാടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ദേവുകർ ഒരു സ്ഥലമുണ്ട്, തൊട്ടടുത്തുള്ളത്. അവിടെ പോകുമ്പോൾ ഒരു സ്ഥലത്തിൽ ഇടയ്ക്ക് നിർത്തി പോയത്. കാശി യാത്ര എന്ന് പറഞ്ഞാൽ കുറേ ദൂരം, കൊൽക്കത്തയിലൊക്കെ പറയുമ്പോൾ കുറേ ദൂരമായി. യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് ദേവുകർ എന്നൊരു സ്ഥലം, അവിടെ നിർത്തിയിട്ട് എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ യാത്ര തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു പോകാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവന് കുറേ പാവപ്പെട്ട മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. തലയ്ക്ക് തേക്കാൻ കൂടെ വിളിച്ചനുഭവമില്ല, നല്ലൊരു ഉടുപ്പില്ല. അതൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവനക്ക് ഒരു എണ്ണം കൂടിയാണ്. മധുബാബു പറഞ്ഞു, ഈ മക്കളൊക്കെ എന്തെങ്കിലും ചെയ്യൂ, വളരെ പാവപ്പെട്ട മക്കളായിട്ട് കാണുന്നു, അവർക്ക് എന്തെങ്കിലും കുറച്ച് ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രങ്ങളും പിന്നെ അത്യാവശ്യത്തിന് സാധനങ്ങൾക്ക് വേണ്ട ഒരു ഏർപ്പാട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താലേ ഞാൻ ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ വരെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ തീരുമാനിച്ചിട്ട് റാണിയുടെ മോഡലിനടുത്ത് പറഞ്ഞപ്പോൾ അവർ ശരി ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഭഗവാനത്ത് വാങ്ങിയിട്ട് കൊൽക്കത്തയ്ക്ക് പറഞ്ഞ് ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ അറിയിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ കാലം തൊട്ട് വിവേകാനന്ദ സ്വാമികൾ അവരുടെ ശിഷ്യനായിരുന്നു. അവരുടെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഈ സേവാകാര്യം തുടങ്ങിയത്. വിവേകാനന്ദ സ്വാമികളും ചെറുപ്പക്കാരനെയുള്ളപ്പോൾ ഭഗവാൻ ശ്രീരാമകൃഷ്ണനടുത്ത് പോയി കാണാൻ പോയി. അവരുടെ ഒരു ചോദ്യം ചോദിക്കാൻ പോയത് വിവേകാനന്ദ സ്വാമികളുടെ പ്രൊഫസർ അധ്യാപകനെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ ഒരു കാര്യം അതിനെങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് എങ്ങനെ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പറഞ്ഞിങ്ങനെ ദക്ഷിണേശ്വരത്തിൽ ഭഗവാൻ ദക്ഷിണേശ്വരത്തിൽ ഒരു രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു കൊടുത്തതുകൂടി ആ പുള്ളി ഇങ്ങനെ ഭഗവാനെ കണ്ടിട്ടുണ്ട്, കാളി ദൈവത്തെ ദർശനം ചെയ്തിട്ടുണ്ട്, കാളി ദൈവത്തോടു കൂടി സംസാരിക്കും, കാളി ദൈവത്തെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്.
ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ പോയി കാണാൻ വേണ്ടി വിവേകാനന്ദ സ്വാമികൾ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ നരേന്ദ്രനാഥ് ദത്താന പേരാണ് അവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു ദിവസം ശ്രീരാമകൃഷ്ണ ദേവനെ കാണിച്ചു. ആ സമയം കുറച്ചു കാലം പോയി. അപ്പോൾ നരേന്ദ്രനാഥ് വിവേകാനന്ദ സ്വാമികളെ എൻ്റെ അച്ഛനുമായി ഒരു കുടുംബം വളരെ കഷ്ടത്തിലായിരുന്നു. അപ്പോൾ ഇവർ ഭഗവാനടുത്ത് ശ്രീരാമകൃഷ്ണ ദേവനടുത്ത് പ്രാർത്ഥിച്ചു. കഷ്ടമൊക്കെ ഉണ്ട്, വളരെ പൈസ ഉള്ള പുള്ളിയായിരുന്നു. പക്ഷെ എല്ലാവർക്കും ദാനം കൊടുത്ത് ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ കഷ്ടത്തിലായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ തന്നെ സ്വയം ദേവി എടുത്ത് വെച്ചിട്ട് ചോദിക്കും, എന്താ വേണ്ടത്, എനിക്ക് എന്താ ആവശ്യമുണ്ടോ ദേവി എടുത്ത് പറഞ്ഞാൽ ദേവി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമികളോ 2-3 പ്രാവശ്യം പോയി ചോദിച്ചു. ദേവി എടുത്ത് പോകുമ്പോൾ ഇവർ എനിക്ക് എൻ്റെ കഷ്ടം മാറണം, എനിക്ക് ഇതിനുവേണ്ടി അതുവേണ്ടി പൈസ കൊടുക്കണം അങ്ങനെ ചോദിച്ചു. ദേവി എടുത്ത് പോയപ്പോൾ എനിക്ക് ജ്ഞാനം, ഭക്തി, വൈരാഗ്യം ദാനം വേണ്ടി വീണ്ടും വന്ന് ഭഗവാൻ എടുത്ത് പറഞ്ഞു. വീണ്ടും ഭഗവാൻ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. 2-3 പ്രാവശ്യം പോയി. പിന്നെ മനസ്സിലായി ഇത് ഈ ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവന്റെ കല്യാണം. ഇവരെന്ത് ചോദിക്കാൻ പോയി, വീട് കഷ്ടം ഇങ്ങനെയൊക്കെ വീട് കഷ്ടത്തിന് മാറ്റാൻ വേണ്ടി ദൈവത്തിൽ ചോദിക്കാൻ വേണ്ടിയേ പോയത്. പക്ഷെ അവിടെ പോയാൽ ജ്ഞാനം, ഭക്തി, വൈരാഗ്യം വേണ്ടതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ മനസ്സിലായി എല്ലാം ഈ ഭഗവാൻ തന്നെ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവനൊക്കെ പറഞ്ഞു, എപ്പോഴും ഈ ഭഗവാൻ ശ്രീരാമകൃഷ്ണ അനുഭവിക്കുന്ന പോലെ ഈ ആധ്യാത്മികത്തിന് ഉച്ചാവസ്ഥയാണ് നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ താനും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടാകും നിർവികൽപ്പ സമാധി ലഭിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവൻ പറഞ്ഞു, ചിത്രം വെച്ചു പറഞ്ഞ്, ഞാൻ നിന്നെ ഈ ആളും വൃക്ഷം പോലെ ഇങ്ങനെ വളർന്നുണ്ടാകും. ഒരാൾക്കാർ വരും, ഈ പക്ഷി വെള്ളം വന്ന് ഈ മരത്തിലിരുന്ന് ഒരു ആശ്വാസമായിട്ട് പോകുന്ന അതുപോലെ ഉണ്ടാകും വിചാരിച്ചു. പക്ഷെ നീ തൻ്റെ സ്വന്തം കാര്യത്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് പറയുന്നത്. അപ്പോഴാണ് സ്വാമി വിവേകാനന്ദക്ക് മനസ്സിലായി അവരുടെ ജീവിതം എങ്ങനെയാണ്, ഉദ്ദേശം എന്തായിരുന്നു. ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ തന്നെ ആശയമുണ്ടായി. ജീവസേവ ശിവസേവ അങ്ങനെ ഒരു തീരുമാനം. അപ്പം അതിനുവേണ്ടി ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവൻ കാലം കടന്നുണ്ട്. അത് മഹാസമാധിയായി. അതിന് വിവേകാനന്ദ സ്വാമികൾ വിദേശത്തൊക്കെ പോയി പ്രചാരം ചെയ്ത് വേദന പ്രചാരം ചെയ്ത് ഭഗവാൻ ശ്രീരാമകൃഷ്ണ പറഞ്ഞു പൈസ ഒക്കെ കിട്ടി. അതിനെ കൊണ്ടുവന്ന് കൊല്ലത്തായ മഠം ഒരു സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ച് ഇപ്പോൾ അത് നമ്മളുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് വേറൊരു ശ്രീരാമകൃഷ്ണ മഠം സംഘം, ശ്രീരാമകൃഷ്ണ സംഘം എന്ന് സ്ഥാപിച്ചു. ഇത്രയും കൊല്ലം കടന്ന് 1902 സ്വാമി വിവേകാനന്ദ സ്വാമികൾ മഹാസമാധിയാണ്. പക്ഷേ ഈ സേവാകാര്യം കുറിച്ച് ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവൻ ജീവിച്ച കാലത്തിലേക്ക് ഇത് തുടങ്ങിയത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവൻ ജീവിച്ച കാലത്തിലേക്ക് അവരുടെ ശിഷ്യന്മാരിൽ ഒത്തത് അദ്വൈതാനന്ദ സ്വാമി കുറച്ച് പൈസ ഉണ്ടായിരുന്നു കയ്യിൽ. അവർ പറഞ്ഞത് ഒരു ദിവസം ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിൽ പോകുന്ന സന്യാസിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി 12 ജോഡി വസ്ത്രവും ജപമാല ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ് അതിനടുത്ത് കൊണ്ടുപോകാം, ഞാൻ കൊടുക്കാം പറഞ്ഞിട്ട് അവരുടെ ഭഗവാനടുത്ത് വന്ന ശിഷ്യന്മാർക്ക് തന്നെ എല്ലാം കൊടുത്തു. ഇത് ഓരോരുത്തരും ഓരോ സന്യാസം ചെറുപ്പക്കാരനായിരുന്നു, പിന്നെയാണ് സന്യാസമായിട്ടില്ല. അപ്പോൾ ഇത് ഓരോരുത്തരും 1000 സന്യാസിമാർക്ക് സമയം. ഇങ്ങനത്തെ ഒരു സന്യാസിമാർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ അത്രയും ഒരു തപസ്സുകളാകും. നേരത്തെ ഭഗവാൻ ശ്രീരാമകൃഷ്ണ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടി പിന്നെ വിവേകാനന്ദ സ്വാമിയുടെ ചുമതല
യാത്ര പോയി വലിയ ആൾക്കാരോടൊക്കെ കണ്ട് പൈസ ഉള്ളവരൊക്കെ കണ്ട് പാവപ്പെട്ട മക്കളെയും കണ്ട് അപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും പൈസ ഉള്ളവരെല്ലാം എന്തെങ്കിലും സഹായിക്കണോ ചോദിച്ചപ്പോൾ അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇതുപോലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തു കൊടുത്തു. വസ്ത്രങ്ങൾ വിതരണം ചെയ്ത് വീടുകൾ ഇതൊക്കെ ചെയ്തു കൊടുത്ത് മരുത്തുശാല ഇതൊക്കെ ചെയ്ത് ചികിത്സ ഇതൊക്കെ ആവശ്യപ്പെട്ടതെല്ലാം സമയമായി ചെയ്തിട്ടുണ്ട്. அதை தொடர்ந்து இத்தனையும் காலம் നമ്മുടെ രാമകൃഷ്ണ മഠത്തിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ സാധാരണ മഠത്തിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദിവസം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ സ്വാമിജി ഇവർക്ക് കഷ്ടപ്പെട്ട ഇവർ പറഞ്ഞിട്ട് ഇവർക്ക് ചെന്നൈയിൽ വന്നിട്ട് ഈ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അമ്മമാരൊക്കെ പറഞ്ഞ് നേരത്തെ ആത്തന്മാരോടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് മഠം തന്നെ ഭഗവാന്റെ ആശ്രമമാണ്. സ്വാമിമാർക്ക് മാത്രമല്ല, സ്വാമിമാരെ വീട്ടിൽ ഇറങ്ങി ഇനി അവർക്ക് താമസിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഭഗവാൻ എടുത്ത് വരുന്നത്. അവരെ വീട്ടിൽ ഇറങ്ങി തിരിച്ച് പോകുന്നവരല്ല ഗവൺമെൻറ്റാക്കി നമ്മളുടെ സ്വന്തം സ്ഥലമായി ആശ്രമം. ആശ്രമം നമുക്ക് മാത്രമല്ല, സ്വാമിമാർക്ക് മാത്രമല്ല, ഭക്തர்களுக்கு ഭഗവാൻ മതത്തിൻ്റെ ഉദ്ദേശമേ എല്ലാവർക്കും ഭക്തി ഉണ്ടാകട്ടെ, എല്ലാവരും മുക്തി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഭഗവാൻ ഈ അവതാരം നടത്തിയിരിക്കുന്നത്. സോ അങ്ങനെ ഈ ആശ്രമത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളും